പശ്ചിമ ബംഗാൾ ഇസ്ലാമിക സംസ്ഥാനമാക്കി മാറ്റാൻ മമതാ ബാനർജി ശ്രമിക്കുന്നതായി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. ബംഗാളിനെ ഭാരതത്തിലെ പാകിസ്ഥാനാക്കാനാണ് ശ്രമം. ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യമെന്നും ഗിരിരാജ് സിംഗ് ആരോപിച്ചു. പശ്ചിമ ബംഗാളിനെ ഇസ്ലാമിക സംസ്ഥാനമാക്കി ഭാരതത്തിലെ പാകിസ്ഥാനാക്കാനാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ശ്രമിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞു. പിന്നോക്കക്കാരുടെ അഭ്യുതകാംക്ഷികളായി സ്വയം ഉയർത്തിക്കാട്ടുന്ന രാഹുലും ലല്ലു പ്രസാദ് യാദവും മറ്റ് സംഘങ്ങളും ചേർന്ന് കർണാടകയിൽ മുസ്ലിങ്ങൾക്ക് OBC പദവി നൽകി. ഭാവിയിൽ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനാണ് ശ്രമം. അതേസമയം പുതിയ സർക്കാർ രൂപീകരിക്കുമ്പോൾ NRC, CAA, UCC, ജനസംഖ്യാ നിയന്ത്രണം എന്നിവ നടപ്പിലാക്കി മമതയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറഞ്ഞു. बंगाल को भारत का पाकिस्तान बनाना चाहती है और हमारी सरकार आएगी, NRC भी लागू होगा, CAA भी लागू होगा, जब कॉमन सिविल कोड होगा तो वहाँ जनसंख्या नियंत्रण कानून भी होगा, इनकी तानाशाही किम जोंग वाली खत्म होगी. ഹിന്ദുക്കളെ വഞ്ചിച്ച ചരിത്രമാണ് നെഹ്റുവിന്. ഭാരതത്തെ തകർത്ത് മുസ്ലിങ്ങളടങ്ങുന്ന ജനവിഭാഗത്തിന്റെ സ്വത്ത് തട്ടിയെടുത്ത് രാഹുലും സോണിയയും രാജ്യം വിടും. അമ്മയ്ക്കും മകനും രാജ്യസ്നേഹമില്ലെന്നും കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് വിമർശിച്ചു. अरे राहुल गांधी, सोनिया गांधी देश को छोड़ के भागने वाले हैं. ये जिस ढंग से भारत को तोड़ने की बात कर रहे हैं, लोगों की संपत्ति छीनने की बात कर रहे हैं, मुसलमानों की बात कर रहे हैं, हमको तो लग रहा है ये माई बेटा को कोई देश से प्रेम नहीं है. इस बार 40 से कम, पिछले बार से कम सीट आएगी, ये भारत छोड़ के भागेगा. 400-ലധികം സീറ്റുകൾ നേടി NDA അധികാരത്തിൽ വരുന്നതോടെ രാജ്യത്തിന്റെ വികസനത്തിനൊപ്പം കാശി, മഥുര, അയോധ്യ തുടങ്ങിയ പൈതൃക ഭൂമികളെ ഉയരത്തിലെത്തിക്കാൻ സാധിക്കുമെന്നും ഗിരിരാജ് സിംഗ് കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.